എപ്പോഴെങ്കിലും ജീവിതത്തിലിങ്ങനെ മുന്നോട്ടു പോവാൻ പറ്റാതെ എവിടെയെങ്കിലും സ്റ്റക്കായി നിന്നുപോയൊരവസ്ഥയുണ്ടായിട്ടുണ്ടോ? നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങളൊന്നും ശരിയാവാത്ത പോലെ. ഇതിന് കാരണമെന്തായിരിക്കും? സത്യത്തിൽ നമ്മുടെ ഒരു സുരക്ഷിതത്വ ബോധവും നമുക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാനുള്ള കഴിവും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. നമുക്കതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തുവരാൻ നമുക്ക് നമ്മളോട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാമല്ലേ? ഈ ഒരു വിശകലനത്തിൽ പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പാണിത്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണേ. നിങ്ങൾ വലിയ വലിയ പ്ലാനുകളൊക്കെ ഉണ്ടാക്കും. പക്ഷേ അതൊന്ന് തുടങ്ങാൻ നേരം പിന്നെ ചെയ്യാം, നാളെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്നൊരു ശീലമുണ്ടോ? ഇനി അടുത്തത് നിങ്ങളുടെ ജോലിയുടെ കാര്യമാണ്. ഒരു നല്ല ജോലി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോലിയിൽ തന്നെ അങ്ങ് ഉറച്ചു നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചിലപ്പോൾ തോന്നും കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല, അല്ലേ? ഒരിടത്തും അങ്ങ് സെറ്റിലാവാൻ പറ്റുന്നില്ല എന്നൊരു ഫീൽ. അവസാനമായിട്ട് നിങ്ങളുടെ ഭാവിയെപ്പറ്റിയും സുരക്ഷയെപ്പറ്റിയും ഓർക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ പേടി തോന്നാറുണ്ടോ? എല്ലാം ഓക്കെ ആയിരിക്കുമ്പോഴും അയ്യോ എന്തോ പ്രശ്നം വരാൻ പോകുന്നു എന്നൊരു അകാരണമായ ഭയം അങ്ങനെയൊന്ന് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഉത്തരം അതേ എന്നാണെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ കാരണം ഒന്നുതന്നെയായിരിക്കും. കേൾക്കുമ്പോൾ അതിശയം തോന്നാം, പക്ഷേ ഈ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ ശരീരത്തിലെ ഒരു സിംഗിൾ എനർജി സെന്ററുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോ എന്തായിരിക്കും ഈ അടിസ്ഥാന ഊർജ്ജകേന്ദ്രം? അല്ലേ, നമ്മുടെ ജീവിതം ഒരു വലിയ കെട്ടിടമാണെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ അഥവാ അടിത്തറ പോലെയാണിത്. ഇതിനെയാണ് റൂട്ട് ചക്ര എന്ന് പറയുന്നത്. നമ്മുടെ നിലനിൽപ്പിൻ്റെയും നമ്മുടെ ആ ഒരു സുരക്ഷിതത്വ ബോധത്തിൻ്റെയും ഒക്കെ ആണിക്കല്ല് എന്ന് തന്നെ പറയാം. സംസ്കൃതത്തിലെ ഇതിന് നല്ലൊരു പേരുണ്ട്, മൂലാധാര. ആ പേരിൽ തന്നെയുണ്ട് മൂലം, ആധാരം, അതായത് അടിസ്ഥാനം. ഇത് എവിടെയാണെന്നല്ലേ? നമ്മുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭൗതിക ലോകവുമായി നമ്മളെ കണക്ട് ചെയ്യുന്ന മെയിൻ സെന്റർ ഇതാണ്. അപ്പോൾ ഈ റൂട്ട് ചക്രയുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാവുക. 1. അതിജീവിക്കാനുള്ള നമ്മുടെ കഴിവ്. 2. ഈ ലോകത്ത് കാലുറപ്പിച്ചു നിൽക്കാനുള്ള ആ ഒരു ശക്തി. പിന്നെ എന്ത് ചെയ്യാനുമുള്ള ഒരു ഊർജ്ജസ്വലത. അതും പോട്ടെ, പണം, വീട്, ജോലി, ഇങ്ങനെയുള്ള നമ്മളെ ഏറ്റവും ബേസിക്കായ കാര്യങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് പോലും രൂപപ്പെടുത്തുന്നത് ഈ ചക്രയാണ്. ഇതിനെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു വേരായിട്ട് തന്നെ കാണാം. നമ്മൾ വളരെ ചെറുതായിരിക്കുമ്പോൾ, അതായത് ഒരു 1 മുതൽ 7 വയസ്സുവരെയുള്ള പ്രായമില്ലേ, ആ സമയത്താണ് നമ്മുടെ ഈ ചക്ര രൂപപ്പെടുന്നത്. ഈ ലോകം സുരക്ഷിതമായൊരിടമാണോ അതോ പേടിക്കേണ്ട ഒന്നാണോ എന്നൊക്കെയുള്ള നമ്മുടെ ആദ്യത്തെ ധാരണകളുണ്ടാകുന്നത് ആ സമയത്താണ്. അപ്പോൾ ഈ ഒരു അടിത്തറ, അതായത് ഈ റൂട്ട് ചക്ര നല്ല സ്ട്രോങ്ങും ബാലൻസ്ഡുമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാവും? നേരെ മറിച്ച് അത് വീക്കായാലോ? ആ വ്യത്യാസം ശരിക്കും വലുതാണ്. നമുക്ക് നോക്കാം. ഈ വ്യത്യാസം ഒന്ന് നോക്കൂ. റൂട്ട് ചക്ര ബാലൻസ്ഡ് ആണെങ്കിൽ നമുക്ക് നല്ല സുരക്ഷിതത്വം തോന്നും, എന്തു ചെയ്യാനും ഒരു ധൈര്യം കാണും, ജീവിതത്തിൽ ഒരു വിജയയുടെ ഭാവമായിരിക്കും. നേരെ മറിച്ച് അത് ഇംബാലൻസ്ഡ് ആയാലോ? ഭയം, അത്യാഗ്രഹം, ആത്മവിശ്വാസക്കുറവ്, എന്തിനേറെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വരും. ഈ മാറ്റം നമ്മുടെ മനസ്സിൽ മാത്രമല്ല ശരീരത്തിലും കാണാൻ പറ്റും. ചക്ര ബാലൻസ്ഡ് ആണെങ്കിൽ നല്ല രോഗപ്രതിരോധശേഷിയുണ്ടാകും, ആരോഗ്യം മൊത്തത്തിൽ മെച്ചപ്പെടും. പക്ഷേ ആ മനസ്സിലെ പേടിയും അരക്ഷിതാവസ്ഥയും നമ്മുടെ ശരീരത്തെയും ബാധിക്കും. തുടർച്ചയായ ക്ഷീണം, നടുവേദന, ഇടയ്ക്കിടെ വരുന്ന ജലദോഷം, ഇതിനൊക്കെ കാരണം ഇതാവാം. ശരി, അപ്പം നമ്മുടെ റൂട്ട് ചക്ര കുറച്ചു വീക്കാണെന്ന് തോന്നിയാൽ എന്തു ചെയ്യും? പേടിക്കേണ്ട. ഭാഗ്യത്തിന് ഈ വിശകലനം വെറുതെ പ്രശ്നം പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. അത് പരിഹരിക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വഴിയും കൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊരു 4 സ്റ്റെപ്പുള്ള സിമ്പിൾ വ്യായാമമാണ്. ഒന്നാമതായി വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് സ്ക്വാട്ട് ചെയ്യുന്നില്ലേ, അതുപോലെ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുക. രണ്ടാമതായി നിങ്ങൾ താഴേക്ക് പോകുമ്പോൾ കൈകൾ മുന്നോട്ട് നീട്ടി സമൃദ്ധിയെ സ്വീകരിക്കുന്നതായി സങ്കൽപ്പിക്കുക. എഴുന്നേൽക്കുമ്പോൾ ആ എനർജി ശരീരത്തിലേക്ക് വലിച്ചെടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇത് ചെയ്യുമ്പോൾ സമൃദ്ധിക്കായുള്ള ഒരു മന്ത്രം മനസ്സിൽ ചൊല്ലുക. അവസാനമായി ഈ സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കാൻ ഈ ചലനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. ഇത് ഒരേ സമയം ശരീരത്തിനും മനസ്സിനും വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ്. ഈ വ്യായാമത്തിന്റെ പുറകിലുള്ള ആശയം എന്താണെന്നോ? മാസ്റ്റർ ചോകോക് സൂയിയുടെ ഒരു വാചകമുണ്ട്, നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് തിരികെ ലഭിക്കുന്നത്. കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസമായി തോന്നാം, അല്ലേ? പക്ഷേ സമൃദ്ധിയുടെ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകണമെങ്കിൽ നമ്മളും ഉദാരമായി കൊടുക്കണം എന്നാണിത് പറയുന്നത്. വെറുമൊരു വ്യായാമത്തിൽ ഒതുങ്ങുന്നില്ല കാര്യങ്ങൾ. ഇതിനപ്പുറം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മുടെ ജീവിതം ഇങ്ങനെ ആവുന്നതിൽ നമുക്കെന്ത് പങ്കാണുള്ളത്? ഇവിടെയാണ് ഏറ്റവും പവർഫുള്ളായ ആശയം വരുന്നത്.
ചില പുരാതനമായ പഠിപ്പിക്കലുകൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് പുറത്തുനിന്നുള്ള ശക്തികൾ മാത്രമല്ല, നമ്മൾ കൂടിയാണ് എന്നാണ്. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളും സ്വഭാവങ്ങളും അത് നമ്മളിലേക്ക് വരേണ്ട സമൃദ്ധിയെ തടഞ്ഞു നിർത്താം. അതുകൊണ്ട് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ്: നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു തരത്തിൽ നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. അതിന്റെ നല്ല വശമെന്തെന്നാൽ അത് മാറ്റാനും നമുക്ക് തന്നെ കഴിയും എന്നതാണ്. അപ്പോൾ നമ്മുടെ സുരക്ഷിതത്വബോധവും സമൃദ്ധിയും തമ്മിലുള്ള ആ ഒരു കണക്ഷനെപ്പറ്റി ഇപ്പം നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കാണും. അത് മാറ്റാനുള്ളൊരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ടെന്നും മനസ്സിലായി. അതുകൊണ്ട് ഈ വിശകലനത്തിലെ അവസാനത്തെ ചോദ്യം നമ്മോടല്ല, അത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. ഇതെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു?